ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. UK ഗവൺമെൻറ്റിൻ്റെ പ്രശ്നങ്ങളും അവിടുത്തെ പൊളിറ്റിക്കൽ ക്രൈസിസും, പിന്നെ എനിക്കിവിടെ 3 വർഷത്തിനിടയിൽ 3 പ്രൈം മിനിസ്റ്റേഴ്സാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത്. അതിന് പുറമെ ഇമിഗ്രേഷൻ റൂൾസിലുള്ള ചേഞ്ച്, പിന്നെ സ്റ്റുഡൻറ്റ് വിസാസ് കർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ സ്റ്റുഡൻസിന് ഇപ്പോൾ 23% സ്റ്റുഡൻസിൻ്റെ അവിടുത്തെ കുറഞ്ഞു, അവിടുത്തെ പുതിയ ഇമിഗ്രേഷൻ റൂൾസൊക്കെ പ്രകാരം. അങ്ങനെ കുറേ കമോഷൻസ് നടക്കുന്നുണ്ട്. ഇതിൽ എന്താണ് സത്യം എന്താണ് കാര്യം എന്ന് അറിയില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു പേടി ഇവിടെ പൊതുവിൽ ഉണ്ട്. ഇപ്പോൾ UK ഇനി ഇല്ല, UK ഇനി പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ അങ്ങോട്ട് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു വാസ്തവം? ലിറ്ററലി ഇതൊക്കെ ഉണ്ടോ, അതോ ശരിക്കും എന്താണ് അവിടുത്തെ ഒരു ആക്ച്വൽ? അതായത് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇവിടുന്ന് ഓവറായിട്ട് സ്റ്റുഡൻസിൻ്റെ കൂടെ ഡിപ്പെൻഡൻസും നന്നായി പോയിരുന്നു. കാരണം മുന്നേ നമുക്ക് UK PGക്ക് പോകുന്ന സ്റ്റുഡൻസിന് അവരുടെ കൂടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. ഇപ്പോൾ മാസ്റ്റർ റിസർച്ച് പ്രോഗ്രാമിനോ അതല്ലെങ്കിൽ PhD ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുപോകാൻ പറ്റുക. അല്ലാണ്ട് പഠിക്കാൻ വേണ്ടി വരുന്നവർക്കല്ല അവിടെ ഇത് വെച്ചിരിക്കുന്നത്, ലിമിറ്റ്സ് വെച്ചിരിക്കുന്നത്. പഠിക്കാൻ വരുന്നവർക്കല്ല ലിമിറ്റ്സ് വെച്ചിട്ടുള്ളത്.